ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. വോട്ടർ പട്ടിക പുതുക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കുണ്ടായ കടുത്ത ജോലിഭാരത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മുടന്തൻ ന്യായവാദങ്ങളെ പാടെ തള്ളിക്കൊണ്ടാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിനു വേണ്ടി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തമിഴക വെട്രിക്കഴകം സമർപ്പിച്ച ഒരു ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം വന്നത്. SIR പ്രക്രിയ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന സർക്കാരുകളും നൽകിയ അമിത സമ്മർദ്ദവും മനുഷ്യത്വരഹിതമായ സമീപനവുമാണ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യകളിലേക്ക് നയിച്ചതെന്ന ഹർജിയിലെ വാദം സുപ്രീം കോടതി പൂർണ്ണമായി അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ മാത്രം 3-ലധികം BLOമാർ കടുത്ത സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ വോട്ടർ പട്ടിക സംബന്ധിയായ ജോലികൾക്ക് സമയപരിധി നിശ്ചയിക്കുന്നതിനേക്കാൾ പ്രധാനം ഉദ്യോഗസ്ഥരുടെ ജീവനും മാനസികാരോഗ്യവുമാണ് എന്ന് കോടതി ശക്തമായി നിരീക്ഷിച്ചു. ഈ ഒരു നിരീക്ഷണം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖത്തേറ്റ പ്രഹരവും. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ സ്വീകരിച്ച നിലപാട് അവർക്ക് വലിയ തിരിച്ചടിയായി. BLOമാർക്ക് ജോലിഭാരം ഇല്ലെന്നും ഈ വിഷയത്തിൽ ആരും ജീവൻ ഒടുക്കിയിട്ടില്ലെന്നുമായിരുന്നു കമ്മീഷന്റെ വാദം. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യകളെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകളും തെളിവുകളും കോടതിക്ക് മുന്നിൽ വന്നതോടെ കമ്മീഷന്റെ ഈ വാദം യാതൊരു അടിസ്ഥാനവുമില്ലാതെ പാടെ തകർന്നു വീഴുകയായിരുന്നു. ഇതോടെ ഉദ്യോഗസ്ഥരുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പ്രവർത്തനങ്ങളെ കോടതി നിശിതമായി വിമർശിച്ചു. സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവുകൾ കൃത്യവും കർശനവുമാണ്. ഒന്നാമതായി, ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും മറ്റുദ്യോഗസ്ഥരുടെയും ജോലിഭാരവും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് ആവശ്യമായ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉടൻ നിയമിക്കാൻ സുപ്രീം കോടതി സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത് കമ്മീഷന്റെ നിലവിലെ പ്രവർത്തന രീതി തിരുത്താനുള്ള ആദ്യപടിയാണ്. രണ്ടാമതായി, അധ്യാപകരും അംഗൻവാടി ജീവനക്കാരും ഒക്കെയായ BLOമാരുടെ പ്രാഥമിക ജോലിക്ക് നിർബന്ധമായും മുൻഗണന നൽകണം. തെരഞ്ഞെടുപ്പ് ജോലികൾ അവരുടെ പ്രധാന ചുമതലയല്ല, മറിച്ച് അവരുടെ പ്രധാന ജോലി കഴിഞ്ഞുള്ള ഒരു അധിക ചുമതല മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങളെക്കാൾ വലുതാണ് ഉദ്യോഗസ്ഥരുടെ തൊഴിൽ സുരക്ഷ എന്ന് കോടതി വ്യക്തമാക്കുന്നു. മൂന്നാമതായി, ഒരു ദിവസം ഒരൊറ്റ SIR ഡ്യൂട്ടി മാത്രമേ BLOമാർക്ക് നൽകാൻ പാടുള്ളൂ എന്നും അത് അവരുടെ പ്രധാന ജോലിക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് എന്നും കോടതി കർശനമായി ഉത്തരവിട്ടു. BLOമാർ തുടർച്ചയായി 12-14 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഈ ഉത്തരവിലൂടെ സുപ്രീം കോടതി അറുതി വരുത്തിയിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കി ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ മാനസിക പിന്തുണ ഉറപ്പാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതായത്, തമിഴക വെട്രിക്കഴകത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ കോടതിയെ ബോധിപ്പിച്ചതുപോലെ അംഗൻവാടി ജോലിക്കാരും അധ്യാപകരും ഒക്കെയായ BLOമാർക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള ഉത്തരവാദിത്വമാണ് SIR പ്രക്രിയയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ജോലി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കേസ് ഫയൽ ചെയ്ത സംഭവങ്ങളും കോടതിയെ ധരിപ്പിച്ചു. ഇതോടെയാണ് ഉദ്യോഗസ്ഥരുടെ ക്ഷേമം സംരക്ഷിച്ചുകൊണ്ട് കോടതിയുടെ ശക്തമായ ഇടപെടൽ വന്നത്. ഈ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. SIR നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായ പശ്ചിമ ബംഗാളിൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. SIR എന്യൂമറേഷൻ കാലാവധി 3 മാസത്തേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. 400-ലധികം BLOമാർ പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് ആസ്ഥാന കവാടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ജോലി സമ്മർദ്ദത്താൽ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്ത BLOമാരുടെ കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു. ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട തൃണമൂൽ കോൺഗ്രസിന്റെ ഐക്യദാർഢ്യ പ്രകടനവും അരങ്ങേറി. ചുരുങ്ങിയത് 3 മാസമെങ്കിലും എന്യൂമറേഷൻ പ്രക്രിയയ്ക്കുള്ള സമയം അനുവദിക്കണമെന്നാണ് BLOമാരുടെ ആവശ്യം. മറ്റൊരു പ്രധാന സംഭവ വികാസത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുർഷിദാബാദിൽ SIR വിരുദ്ധ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. SIR പ്രക്രിയകളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത മരണങ്ങളിൽ പകുതിയും ഹിന്ദുക്കളാണെന്ന് അവർ ആരോപിച്ചു. സങ്കീർണമായ പ്രക്രിയയിലൂടെ BJP ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കുന്നതെന്നും അവരുടെ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും മമത പ്രഖ്യാപിച്ചു. ഇവിടെ NRCയും അനുബന്ധ തടവറകളും അനുവദിക്കില്ല, ഒരാളെയും പുറത്താക്കാൻ അനുവദിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. മനുഷ്യന്റെ ജീവന് ഒരു വിലയുമില്ലാത്ത രീതിയിൽ സമയപരിധിക്ക് മാത്രം പ്രാധാന്യം നൽകിയ ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന സർക്കാരുകൾക്കും സുപ്രീം കോടതി വിധി ഒരു വലിയ തിരിച്ചടിയാണ്. ഉദ്യോഗസ്ഥരുടെ ക്ഷേമം ഭരണപരമായ സമയപരിധികളേക്കാൾ വലുതാണെന്ന് അടിവരയിടുന്ന ഈ വിധി രാജ്യത്തെ ഭരണനിർവഹണ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ അധികാര ദുർവിനിയോഗത്തിന്മേലുള്ള നിയമപരമായ ശക്തമായ ഒരു തിരുത്തൽ കൂടിയാണ്.